അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നമുക്ക് വലിയൊരു അനുഗ്രഹം ചെയ്യാൻ പോവുക. അതായത് പരിശുദ്ധ റജബ് മാസത്തിൻ്റെ ഏറ്റവും പോരിശയാക്കപ്പെട്ട ഒരു പരിശുദ്ധ രാവ്, റജബിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് രാവ് വല്ലാത്ത പോരിശയാണ്. ദുആക്ക് ഇജാബത്തുണ്ട്. നമ്മൾ ഉപയോഗപ്പെടുത്തിയവരാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ അതിനോട് കടപിടിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് മധുരങ്ങൾ സമ്മേളിക്കുന്ന, ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അങ്ങനെ ഒരു പരിശുദ്ധ രാവ് നമ്മുടെ ശാരത്തേക്ക് കയറി വരികയാണ്. അത് ഏതാ? ആദ്യത്തെ പരിശുദ്ധമായ റജബിൻ്റെ ആദ്യ വെള്ളിയാഴ്ച രാവാണ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫസ്റ്റ് റജബിൻ്റെ രാവ് നഷ്ടമായവർക്കും ആ നഷ്ടം നികത്താൻ പറ്റുന്ന, അതിന് സമാനമായ ഇജാബത്തുള്ള ഒരു പരിശുദ്ധ രാവ് റജബ് ഒന്നിൻ്റെ രാവിന് എങ്ങനെയാണോ ഇജാബത്ത്, അപ്രകാരം ഏറ്റവും പവർഫുൾ ഇജാബത്തുള്ള രാവാണ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. അതിലേക്ക് നമ്മൾ ചേരാൻ പോവുകയാണ്. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിലേക്ക് പരമാവധി ആളുകൾക്ക് ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്കുള്ള പ്രവേശനം കൊടുക്കണം. അതോടൊപ്പം നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് പറയുന്നു. അൽഹംദുലില്ലാഹ്, 500-ൽ പരം കമൻറ്റുകൾ ചുരുങ്ങിയത് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഒരുപാട് ഉമ്മമാർ അതിന് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തിനാ കമൻറ്റ് ചെയ്യാൻ? ഒരുപാട് ഉപ്പമാരും. ആ കമൻറ്റുകൾ വലിയ സന്തോഷമാണ്. എത്ര തിരക്കുണ്ടെങ്കിലും അൽഹംദുലില്ലാ എന്നെങ്കിലും കമൻറ്റ് പറയാതെ പോകില്ല സഹോദര സഹോദരിമാർ. അത് വലിയ സന്തോഷം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ക്ലാസ് ഒരുപാട് പേർക്ക് എത്താൻ ഒരു കാരണമാകും. നമ്മുടെ ലൈക്ക് ഒരു കാരണമാണ്. നമ്മൾ വെറുതെ കേട്ടുപോയാൽ നമുക്ക് കേട്ടുപോയതിൻ്റെ കൂലി കിട്ടുള്ളൂ. പക്ഷെ ഒന്ന് ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്തോ പോയാൽ നമ്മൾ ഒരുപാട് പേർക്ക് ക്ലാസ് കൊടുത്ത കൂലി കിട്ടും. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ആ പ്രതിഫലമെല്ലാം, അവർ അറിയുന്ന പ്രതിഫലം ചെയ്താൽ ആ പ്രതിഫലം കൂടെ എല്ലാം നമുക്ക് ഭാഗവാക്കാകാം. പരമാവധി ഉപയോഗപ്പെടുത്തണം. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു സലാമത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പോരിശയാക്കപ്പെട്ട റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റജബിലെ രാവാണ്, വെള്ളിയാഴ്ച രാവുമാണ്. അപ്പോൾ ഇരട്ടി മധുരം സമ്മേളിക്കുന്ന ഈ പരിശുദ്ധ രാവിനെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അശ്രദ്ധമാക്കി കളയാൻ പാടില്ല. എന്ന് പറയുന്നത് ആരാന്നറിയോ? പുണ്യ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഗ്ഫുലു അൻ അവ്വലി ലൈലത്തി ജുമുഅത്തി മിൻ റജബിൻ. റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ അശ്രദ്ധമാക്കി കളയരുത്. ലാ തഗ്ഫുലു എന്നാണ് പറയുന്നത്. ഗഫലത്തായി പോകാൻ പാടില്ല, ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ല. അപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്താ കാരണം? ഈ പരിശുദ്ധ രാവിന് അള്ളാഹുവിൻ്റെ പ്രഗത്ഭരായ മലക്കുകൾ കൊടുത്തിരിക്കുന്ന പേരെന്താണെന്നറിയോ? റജബിലെ വെള്ളിയാഴ്ച രാവെന്നല്ല, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവെന്നല്ല. പിന്നെ മലക്കുകൾ വിളിക്കുന്ന പേര് ലൈലത്തുർ റഗായിബ് എന്ന പേരാണ്. ലൈലത്തുർ റഗായിബ് ഒരു അപൂർവ രാത്രിയാണ്. എന്താ ലൈലത്തുർ റഗായിബ്? എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിത്തരുന്ന രാവ് എന്ന ഈ രാവിൻ്റെ നെയിം ബോർഡ് തന്നെ, ഈ രാവിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന രാവ് എന്ന മലക്കൾ അങ്ങനെ വിളിക്കാനുള്ള കാരണം, ആ പരിശുദ്ധ രാവിൽ 2-3 അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, വലിയ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്. ആ രഹസ്യങ്ങൾ ഏതാ? നമുക്കറിയാം. അതറിയുമ്പോൾ ഭയങ്കരമായ ഒരു ആവേശം ഉണ്ടാവും. അന്ന് വെള്ളിയാഴ്ച രാവ്, അതായത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നമ്മുടെ മുന്നിലേക്ക് കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നമുക്ക് അന്ന് ലൈറ്റ് ഓഫ് ചെയ്യാൻ തോന്നില്ല. രാത്രി, അതായത് മുഴുവൻ ഉറങ്ങിത്തീർക്കാൻ തോന്നില്ല. കുറച്ചെങ്കിലും എന്തെങ്കിലും ചൊല്ലണമല്ലോ അല്ല, എന്തെങ്കിലും ഓതണമല്ലോ പടച്ചോനെ, കുറച്ച് ദ്വാരക്കണമല്ലോ അല്ല, കുറച്ച് സ്വലാത്തല്ലണമല്ലോ പടച്ചോനെ എന്ന് തോന്നും. ഉറപ്പാണ്. ആ രാത്രിയുടെ അത്ഭുതം കേൾക്കണ്ടേ? കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. ഈ പരിശുദ്ധമായ രാവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒന്നാമത്തെ അത്ഭുതം, മലക്കുകൾ ഇങ്ങനെ പേര് തന്നെ പറഞ്ഞല്ലോ, ആവശ്യം നിർവഹിക്കപ്പെടുന്ന രാവ്. ആകാശഭൂമിയിലുള്ള എല്ലാ മലക്കുകളും, സകല മലക്കുകളും അവർ പരിശുദ്ധമായ കഅബ മന്ദിരത്തിൻ്റെ, കഅബാലയത്തിൻ്റെ ചുറ്റും വന്ന് സമ്മേളനത്തിന് ഒരുമിച്ച് കൂടും. അവിടെ സമ്മേളിക്കും. അപ്പോൾ അവിടെ 2 സമ്മേളനം നടക്കും. ഒന്ന്, ആ സമയത്ത് തവാഫ് നടക്കുന്ന മുഅ്മിനീങ്ങളുടെ, മഹാന്മാരുടെ, ഔലിയാക്കളുടെ, അതിൽ സജ്ജനങ്ങളുണ്ടാകും, സ്വാലിഹികളുണ്ടാകും, ഔലിയാക്കളുണ്ടാകും. നബിമാർ പോലും, ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അല്ലേ, എത്രയോ വ്യക്തികൾക്കാണ്, എത്രയോ സമയങ്ങളിലാണ്, എത്രയോ മഹാന്മാർ, നമ്മുടെ കേരളക്കരയിൽ നിന്ന് പോയ മഹാന്മാർ പോലും ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടത് കഅബയുടെ തിരുമുറ്റത്ത് വെച്ചാണ്. അങ്ങനെ പല മഹാന്മാർ ഒരുമിച്ച് കൂടും. ആ ഒരുമിച്ച് കൂടൽ മാത്രമല്ല, അതോടൊപ്പം അള്ളാഹുവിൻ്റെ കൊടാന കോടിക്കണക്കിന്, അതാണ് ആകാശഭൂമിയിലുള്ള സകല മലക്കുകളും ഒരുമിച്ച് കൂടുന്ന ആ പരിശുദ്ധമായ റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്.
ആ വെള്ളിയാഴ്ച രാവ് അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ നാളെ കയറി വരാൻ പോവുക. നാളെ ഈ ക്ലാസ് ഒരു പക്ഷേ കേൾക്കുന്നത് വ്യാഴാഴ്ചയാണെങ്കിൽ, അതായത് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൻ്റെ പകലിലാണെങ്കിൽ അൽഹംദുലില്ലാ വ്യാഴാഴ്ച, ആ വ്യാഴാഴ്ചയുടെ മഗ്രിബ് കഴിഞ്ഞാൽ കയറി വരും. ഇന്നാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാ ബുധനാഴ്ച നാളത്തെ മഗ്രിബ് വാങ്ങോടെ കയറി വരുന്ന രാവാൻ ഒരാളും മിസ് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല എന്ന് എൻ്റെ സ്വന്തം കുടുംബത്തിനോട് പറയും പോലെ നിങ്ങളോട് പറയാം. അള്ളാഹു സഹായിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ മലക്കുകൾ ഒരുമിച്ച് കൂടുന്നത് എന്തിനാണെന്നറിയോ? അവരുടെ വലിയൊരു മുറാദ് ഹാസിലാക്കി എടുക്കാനാണ്. നമ്മൾക്കുള്ളതുപോലെ അവർക്കൊരു മുറാദുണ്ട്, അത് അള്ളാഹിനോട് പറയാനാണ്. എന്താ മുറാദ്? ഇവരിവിടെ സമ്മേളിച്ച് ഇത്രയും ലക്ഷക്കണക്കിന് മലക്കുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കുന്നുണ്ട്, സലൂനി മാശികത്തും, അല്ല മലക്കുകളെ, എന്തിനാ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്? എന്താ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത്? ധൈര്യമായിട്ട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് അള്ളാഹു ഒരു അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പം മലക്കുകൾ പറയുന്ന വാക്കെന്താണെന്നറിയോ? അള്ളാഹു ഈ റജബ് മാസത്തെ ആദരിക്കുന്ന, റജബ് പരിശുദ്ധമായ മാസത്തിൽ നോമ്പൊടിക്കുന്ന ഒരുപാട് ഉമ്മമാരുപ്പമാരുണ്ട്, സഹോദര സഹോദരിമാർ ഒട്ടനവധിയുണ്ട്. അവർക്ക് നീ മാപ്പ് കൊടുക്കണം. അതാണ് ഈ സമ്മേളനത്തിൻ്റെ ടാർഗറ്റ്, ഉദ്ദേശം അതാ. നീ മാപ്പ് കൊടുക്കണം, അത് പറയാനാണ് ഞങ്ങൾ വന്നത് എന്നും മലക്കുകൾ പറയുമ്പോൾ സുബ്ഹാനല്ലാഹി തുമ്മ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്നറിയോ? ഇത്രയുള്ള ആവശ്യം, ഞാൻ അത് സമ്മതിച്ചു, ഓക്കെ, ഡബിൾ ഓക്കെ, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കാം എന്ന് പറയും എന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ രാവിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പടച്ച തമ്പുരാനോട് മുന്നോട്ട് വെക്കാം, ഈ മലക്കുകളുടെ ദുആയിൽ ഒരംഗമാക്കുക. അതിന് മറക്കരുത്. അതിനെന്താ ചെയ്യേണ്ടത്? റജബ് മാസത്തെ പരിഗണിച്ചു കൊടുക്കുക. റജബ് മാസത്തിൽ സുന്നത്ത് നോമ്പ് ഒരു നോമ്പെങ്കിലും എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. അപ്പോൾ ഈ സൗഭാഗ്യം എല്ലാം അള്ളാഹു തമ്പുരാൻ നമുക്ക് നൽകും, ഒരു കുഴപ്പമില്ല. അതെല്ലാം ഗൗരവത്തോടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഈ പരിശുദ്ധമായ രാവിൽ രണ്ടാമത് നടക്കുന്ന അത്ഭുതം എന്താണെന്നറിയോ? നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ, ബാപ്പിച്ചിയുടെ, ഉമ്മിച്ചിയുടെ, വെല്ലുപ്പാടെ, വെല്ലുമ്മാടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ, മരിച്ചുപോയവർ ആരാ നമ്മുടെ കൂട്ടത്തിൽ? അവരുടെ റൂഹ് അള്ളാഹുവിനോട് വന്നിട്ട് സമ്മതം ചോദിക്കും. അള്ളാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ, ഞങ്ങളുടെ നാട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ, അനുവാദം ചോദിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കും എന്ന ഈ സംഭവം റമളാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിനെ കുറിച്ചല്ല പറയുന്നത്, റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്. അൽഹംദുലില്ലാ, ആ രാവിൽ പ്രിയപ്പെട്ടവരെ വന്നു നിൽക്കാൻ പോകുന്നത് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ റൂഹുകളാണ്. അവർ വീടിൻ്റെ വാതിൽക്കൽ വന്നുകൊണ്ട് എന്തിനാ വരുന്നതെന്നറിയോ? നമ്മുടെ വിശേഷം ചോദിക്കാനല്ല, അതെല്ലാം അവർക്കറിയാം. അവർ ഒരു റിക്വസ്റ്റുമായിട്ടാണ് വരുന്നത്, ഒരു അപേക്ഷ. എന്താ അപേക്ഷ? തർഹമു അലൈന ഫീ ഹാദിഹിൽ ലൈലത്തിൽ മുബാറക. അല്ലയോ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നിങ്ങൾ ഞങ്ങളെ മറന്നുപോയോ? നിങ്ങൾ ഞങ്ങളെ വിസ്മരിച്ചു പോയോ? ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളോടൊന്ന് കരുണ കാണിക്കൂ പ്ലീസ്. ഞങ്ങളോടൊന്ന് നിങ്ങൾ കാരുണ്യം കാണിക്കാമോ? എന്തിനാ വന്നത്? എന്താ പറയുന്നത്? ഈ ദിവസത്തിൽ ബിസ്വദക്കത്തിൻ, എന്തെങ്കിലും ഒരു സ്വതക്ക, ഒരു ഹദിയ ഞങ്ങളുടെ പേരിൽ കൊടുക്കാൻ പറ്റുമോ? ബിലുക്കുമ്മത്തിൻ, അല്ലെങ്കിൽ ഒരു പിടി ഭക്ഷണം ഞങ്ങളുടെ പേരിൽ ദാനം ചെയ്യാൻ പറ്റുമോ? ഒരു സ്വതക്ക, ഒരു ഹദിയ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക ഞങ്ങളുടെ പേരിൽ. കൂലി ബാപ്പിച്ചിക്കും വെച്ചിക്കും, കൂലി ഭാര്യയ്ക്ക്, കൂലി ഭർത്താവിന്, കൂലി മക്കൾക്ക്, കൂലി മാതാപിതാക്കൾക്ക്, അങ്ങനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഹദിയ ഞങ്ങളുടെ പേരിൽ കൊടുക്കാൻ പറ്റുമോ? അതറിയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിശാലമായ വീടുകളിലാണ് കിടക്കുന്നത്, കിടന്നോളൂ, കുഴപ്പമില്ല. ഞങ്ങളുടെ അധ്വാനമാണ്, ഞങ്ങളുടെ വിയർപ്പിൻ്റെ ഗന്ധമാണ്, ഞങ്ങൾ പണിയെടുത്ത ഭൂമിയാണ്, ഞങ്ങളുടെ മണ്ണാണ്, അതിനൊന്നും ഞങ്ങൾക്ക് വാടക വേണ്ട. പക്ഷേ നിങ്ങൾ വിശാലമായ വീട്ടിൽ പാർക്കുമ്പോൾ ഞങ്ങൾ ഇടുങ്ങിയ ഖബറിൻ്റെ 6 അടി മണ്ണിൽ ഒറ്റക്ക് കിടക്കുകയാണ്. നിങ്ങളെ മറക്കരുതേ, ഞങ്ങളെ ഓർക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് കെഞ്ചും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ടവരെ. അവർ ഇവിടെ വന്നിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നന്മകൾ ചോദിച്ച് കെഞ്ചുന്ന അവസ്ഥയ്ക്ക് മുമ്പ് നമ്മൾ അവിടെ ചെല്ലണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരോട് മുഴുവനും, പ്രിയപ്പെട്ട ആൺമക്കളോട് മുഴുവനും, തീർച്ചയായും നമ്മുടെ മരിച്ച മാതാപിതാക്കൾ, കാരണവന്മാർ പലരുണ്ടാകും, അവരുടെ ഖബറിൻ്റെ ചാരത്ത് അൽഹംദുലില്ലാ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചയുടെ പകൽ കഴിയുമെങ്കിൽ ഒന്ന് ഖബറിൻ്റെ അടുത്ത് പോകണം. പ്രത്യേകിച്ച് വ്യാഴാഴ്ച അസ്ർ മുതൽ ശനിയാഴ്ച ഉദയം വരെ പ്രത്യേകം സിയാറത്ത് സുന്നത്താണ്. അത് പ്രത്യേകമായ ഒരു അത്ഭുതകരമായ സമയമാണ്. റൂഹിന് പ്രത്യേകമായി ബന്ധം ഖബറിലേക്ക് പ്രത്യേകം ഉണ്ടാകും. എന്നും എന്തുണ്ടാകും? പ്രത്യേക ബന്ധം ഉണ്ടാകും. ഒന്ന് പോയിട്ട് നമ്മൾ സിയാറ ചെയ്യണം. ഒരു ഫാത്തിഹ യാസീനോ ഓതിയിട്ട് നമ്മൾ ഹദിയ ചെയ്യണം. ഒന്ന് സലാം പറഞ്ഞ് അടുത്ത് നിൽക്കണം. അവർക്ക് പെരുത്ത സന്തോഷമാകും.
ആലോചിച്ച് നോക്കി. നമ്മൾ ചുമ്മാ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചെരുപ്പിടുമ്പോഴേക്ക് ഖബറിൽ കിടക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ റൂഹുകൾ കുതിച്ചു പോകും. അല്ലാഹുവേ, ഓൻ എൻ്റെ അടുത്തേക്കായിരിക്കും വരുന്നത്, ആ കുട്ടി എൻ്റെ അടുത്തേക്ക് വരും എന്നവർ കരുതുമത്രേ. അവർ നേരിട്ട് ചെന്നാൽ ഖബറിൻ്റെ അടുത്തേക്കാണെങ്കിൽ സന്തോഷമായി, അൽഹംദുലില്ലാ. വേറെ ഡ്യൂട്ടിക്കാണെങ്കിൽ അവർക്ക് തീർച്ചയായും അല്ലാഹുവേ വന്നില്ലല്ലോ അല്ലാ, ഇനി നാളെ വരും, മറ്റന്നാൾ വരും, അങ്ങനെ കാത്തു കിടക്കുകയാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ. അപ്പോൾ സിയാറത്ത് മസ്റ്റായിട്ടും നമ്മൾ പരിശുദ്ധമായ ബറാത്തുരാവാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് സിയാറത്ത് ദീൻ അള്ളാഹു വേണമെന്ന് പറഞ്ഞ ദിവസമാണ് വ്യാഴാഴ്ച അസ്ർ മുതൽ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവൊക്കെ വലിയ പവറാണ്. കഴിവിൻ്റെ പരമാവധി അവരുടെ ചാരത്ത് ചെല്ലണം. എന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ ഖുർആൻ ഓതി ഹദിയ ചെയ്യണം, ദുആ ചെയ്യണം, അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കണം, അവരുടെ പേരിൽ ഹദിയ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഹദിയ കൊടുക്കാനൊക്കെ അള്ളാഹു എത്ര സൗകര്യം ചെയ്യും. നേരത്തെ ഒരാളെ കണ്ടെത്തി ആളുടെ ചാരത്ത് പോയി ഇല്ലേ, ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് ഹദിയ കൊടുക്കണം, എത്ര സൗകര്യമുണ്ട്. നമ്മൾക്ക് ഗൂഗിൾ പേ വഴി ഒരാൾക്കൊരു ഹദിയ കൊടുക്കാം പറ്റുമല്ലോ. എന്താ നീയത്ത്? എൻ്റെ വാപ്പിച്ചിയുടെ കവറിലേക്ക് ഉമ്മച്ചിയുടെ കവറിലേക്ക് നീയത്ത്. അപ്പോൾ അവർക്കും കൂലിയായി, നമുക്കും കൂലിയായി. ഇതെല്ലാം പരിഗണിച്ചു പോകേണ്ട ഒരു സമയമാണ്. ഏതായിരുന്നാലും അവിടെ റൂഹ് വ്യാഴാഴ്ച മഗ്രിബ് വാങ്ങ് കൊടുത്താൽ റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മുടെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്നുകൊണ്ട് കെഞ്ചും ഫദ്കുറൂനാ ബിഫാത്തിഹത്തിൽ കിതാബ്, ഒരു ഫാത്തിഹയെങ്കിലും ഞങ്ങളുടെ പേരിൽ ഓതാൻ പറ്റൂലേ? അപ്പോൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സിയാറത്ത് സുന്നത്തില്ല, അവർക്ക് വീട്ടിലിരുന്നാണ് അമൽ. നിസ്കാരം ജുമുഅ പോലും അങ്ങനെയാണ്. ജുമുഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ളുഹർ നിസ്കാരം ഒക്കെ വീട്ടിലാണ്. വീട്ടിലിരുന്നിട്ട് ഉമ്മമാർ പെൺകുട്ടികൾ ഖുർആൻ ഓതാ, മരിച്ചുപോയ കാരണവന്മാർക്ക്, നമ്മുടെ വാപ്പച്ചിക്കും ഉമ്മച്ചിക്ക്, നമ്മുടെ മക്കൾ കേൾക്കട്ടെ. അപ്പോഴാണ് നമ്മൾ മരിക്കുമ്പോൾ ഇതിങ്ങോട്ട് കിട്ടുള്ളൂ. കൊടുത്തതേ കിട്ടൂ. അള്ളാഹു വച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട വീട്ടിൽ നിന്ന് ഓതിയിട്ട് ഖുർആൻ ഓതാൻ പറ്റാത്ത പീരീഡ്സിൽ സ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ഉമ്മമാരുണ്ടാവും. എന്നാൽ പിന്നെ അങ്ങനെയാണ് പോട്ടെ എന്നല്ല, ആ രാവിനെ പരിഗണിക്കണം. ഒരു 100 സ്വലാത്ത് ചൊല്ലിയിട്ട് അൽഹംദുലില്ലാ ഖബറിലേക്ക് കൊടുത്തയക്കാലോ. സ്വലാത്തിന് തടസ്സമുണ്ടോ? എപ്പോഴെങ്കിലും ദുആഇന് തടസ്സമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കൊടുത്തയക്കേണ്ട മനോഹരമായ രാത്രിയാണ്. ആ രണ്ടാമത്തെ അത്ഭുതം പ്രിയപ്പെട്ടവരെ നടക്കുകയാണ്. മൂന്നാമത്തെ അത്ഭുതം റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ മാത്രമല്ല, സാധാ വെള്ളിയാഴ്ച രാവിൽ മാത്രമല്ല, എല്ലാ രാവുകളിലും അള്ളാഹു അവൻ്റെ പരിശുദ്ധമായ റഹ്മത്ത് അള്ളാഹു ഇറങ്ങി വരും. പാതിരാ സമയം കഴിഞ്ഞാൽ, അപ്പം തഹജ്ജുദിൻ്റെ നേരത്ത് നമ്മൾ എണീറ്റാൽ, അത് നിസ്കാരമുള്ളവരാകട്ടെ, നിസ്കരിക്കാൻ പറ്റാത്ത മൂവ്മെൻറ്റ് സഹോദരിമാരാകട്ടെ, തഹജ്ജുദിൻ്റെ നേരം ആ ഒരു മൂവ്മെൻറ്റിന് ഭയങ്കര പവറാണ്. ആ നേരത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തഖ്വയുള്ളവർക്ക് മാത്രമാണെന്നാണ്, മുഅ്മിനീങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. പതിവാക്കൽ ആ നേരത്തെ എണീറ്റു. പതിവായി തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, അവർക്ക് പീരീഡ്സിൻ്റെ സമയമാണ്, അന്ന് എണീറ്റില്ല, വലിയ നഷ്ടമാണ്. ആ നേരത്തെ എഴുന്നേൽക്കണം. പ്രത്യേകിച്ച് റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ സുബഹിക്ക് മുമ്പായിട്ട് എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് ആ നേരത്ത് പ്രിയപ്പെട്ട നമ്മളെന്ന് ദ്വാരക്കണം. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞ രാത്രിയാണ്. അള്ളാഹു ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങി വരും, ഇജാബത്ത് ഇറങ്ങി വരും. ചോദിച്ചോളൂ, തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണോ നിങ്ങൾ ദ്വാരക്കുന്നത്? ഞാൻ പുറത്തു തരാം തെറ്റുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ട്, അത് മാറാനാണോ? ഞാൻ ആഫിയത്ത് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും മുറാദുകളാണോ? പറഞ്ഞോളി, ഞാൻ നടത്തി തരാം എന്നൊക്കെ പറഞ്ഞ് സജീവമായി അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കുന്ന രാവാണ് ഈ പരിശുദ്ധ രാവ്. അപ്പോൾ ആ അത്ഭുതം കൂടെ നമ്മൾ നോട്ട് ചെയ്യണം, പരമാവധി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ലൈലത്തുർ റഗായിബ് എന്ന് പറയുന്ന ആവശ്യങ്ങളെല്ലാം നടക്കുമെന്ന് മലക്കുകൾ പേരിട്ട ആ പുണ്യരാത്രി, പുന്നാര രാത്രി, പ്രിയപ്പെട്ടവരെ, റജബിൻ്റെ ആദ്യത്തെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, അത് നാളത്തെ മഗ്രിബ് വാങ്കോടെ കയറി വരികയാണ്. തീർച്ചയായിട്ടും എല്ലാവരും അത് പരിഗണിക്കണം. പ്രത്യേകിച്ച് വിദേശികൾ, നമ്മളുടെ പ്രവാസികളായ സഹോദരങ്ങൾ, അവർക്ക് പലർക്കും അത് രാവിൻ്റെ മഹത്വങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സമയം നോട്ട് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിജ്ഞാനത്തിൻ്റെ, ഈ നുറുങ്ങുവെട്ടത്തിൻ്റെ ഈ പങ്കാളിത്തം വഹിക്കുന്ന നമ്മുടെ ഈ ചാനലിൻ്റെ കുടുംബം അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. ലോക മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾക്ക് അള്ളാഹു മൗഫറത്തും ജന്നത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ചാണ് മരിച്ചുപോയി വേണ്ടപ്പെട്ടവർ, ഖബർ, ബർസഖ് അള്ളാഹു സ്വർഗീയ ആനന്ദത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. കമൻറ്റ് ചെയ്യുന്നവർ, ലൈക്ക് ചെയ്യുന്നവർ, ക്ലാസ് കേൾക്കുന്നവർ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർ, ഈ ചാനലിൻ്റെ വക്താക്കളായി നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു ഖൈറു നൽകട്ടെ, ബർക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്തൊരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവട്ടവുമായി നമുക്കൊരുമിക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.